ലോക്സഭാ തെരഞ്ഞെടുപ്പ് 5 ഘട്ടങ്ങൾ പൂർത്തിയാകുമ്പോൾ ഓരോ മുന്നണിയും എത്ര സീറ്റുകൾ പിടിക്കും എന്ന് കൃത്യമായ മാധ്യമ വാർത്തകളുടെയും നിരവധിയായിട്ടുള്ള പ്രാദേശിക ഓൺലൈൻ മീഡിയകളുടെയും സഹായത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ ഞാൻ ഈ സമയത്ത് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഓരോ സംസ്ഥാനങ്ങളിലും എത്ര സീറ്റുകൾ ഇന്ത്യ മുന്നണിക്കും അതുപോലെ തന്നെ NDA മുന്നണിക്കും മറ്റുള്ളവർക്കും ലഭിക്കും എന്നതിനെക്കുറിച്ചുള്ള ചെറിയ ഒരു വിശകലനമാണ് ഞാൻ നടത്താൻ ആഗ്രഹിക്കുന്നത്. ഇത് ഓരോ സംസ്ഥാനത്തെയും സാഹചര്യങ്ങളും അവിടുത്തെ മുന്നണി സംവിധാനങ്ങളും അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയവും ജാതി സമവാക്യങ്ങളും ഈ ഇന്ത്യ മുന്നണിയുടെയും അതുപോലെ തന്നെ NDAക്കും ഈ അതാത് സംസ്ഥാനങ്ങളിലുള്ള അവിടുത്തെ നേതാക്കന്മാർക്ക് ലഭിക്കുന്ന ജനപിന്തുണയും ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു വിശകലനം, ഈ ഒരു കണക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ആദ്യം ആന്ധ്രാപ്രദേശിലേക്കാണ്. നമ്മൾ ആന്ധ്രാപ്രദേശാണ് ആദ്യമായി ചർച്ച ചെയ്യുന്നത്. 25 സീറ്റുകളാണ് ആന്ധ്രാപ്രദേശിലുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ഷാർമിള മത്സരിക്കുന്ന വൈഎസ്ആറിൻ്റെ മകൾ YS ഷാർമിള മത്സരിക്കുന്ന കടപ്പ മണ്ഡലം അത് കോൺഗ്രസിന് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ ഒരു മണ്ഡലം തന്നെയായിരിക്കും കോൺഗ്രസിന് ലഭിക്കുന്നത്. മറ്റുള്ളിടങ്ങളിലെല്ലാം TDPയും BJPയും പവൻ കല്യാണിൻ്റെ പാർട്ടിയും അവിടെ സഖ്യത്തിലാണ് മത്സരിക്കുന്നത്. അവർക്ക് 8 സീറ്റുകൾ ലഭിക്കും. ആകെയുള്ള 25 സീറ്റുകളിൽ കടപ്പ മണ്ഡലം ഇന്ത്യ മുന്നണിയുടെ കോൺഗ്രസിൻ്റെ YS ഷാർമിള വിജയിക്കും. NDA മുന്നണി TDP BJP പവൻ കല്യാൺ പാർട്ടി 8 സീറ്റുകൾ നേടും. അതേഴ്സ് എന്ന രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് YSRCP YSRൻ്റെ പാർട്ടി ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടി 16 സീറ്റുകൾ നേടും. BJP 8, YSR കോൺഗ്രസ് 16, ഇന്ത്യ മുന്നണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1. ഇങ്ങനെയാണ് ആന്ധ്രാപ്രദേശ്. അടുത്തത് തെലുങ്കാനയാണ്. തെലുങ്കാനയിൽ 17 സീറ്റുകളാണുള്ളത്. അവിടെ കോൺഗ്രസിന് വലിയൊരു മുന്നേറ്റം ഈ സാഹചര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ അവിടുത്തെ മുഖ്യമന്ത്രി വലിയ പോപ്പുലറായി തെലുങ്കാനയിൽ മാറി. ഒരു നേതാവായി അദ്ദേഹം, ശക്തനായ നേതാവായി അദ്ദേഹം ഉയർന്നു വന്നു. അതുകൊണ്ട് തന്നെ BRSനെയും BJPയെയും എതിർത്ത് മുന്നോട്ട് പോകാനുള്ള കെൽപ്പ് തെലുങ്കാനയിൽ കോൺഗ്രസ് നേടിയെടുത്തിരിക്കുന്നു. ആകെയുള്ള 17-ൽ 13 സീറ്റുകൾ കോൺഗ്രസിനും അതുപോലെ തന്നെ 2 സീറ്റുകൾ BJPയും 2 സീറ്റ് മറ്റുള്ളവർ എന്ന ഗണത്തിൽ ഉൾപ്പെടുത്തി BRSനും ലഭിക്കുന്ന സാഹചര്യമാണുള്ളത്. പിന്നീട് അടുത്തത് അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശിൽ 2 സീറ്റുകളാണുള്ളത്. വലിയ ചർച്ചകൾക്കൊന്നും പ്രസക്തിയില്ല. 1 സീറ്റ് ഇന്ത്യ മുന്നണിയും 1 സീറ്റ് BJPയും നേടും. അതുപോലെ ആസാമിൽ 14 സീറ്റുകളാണുള്ളത്. നമ്മുടെ ഈ CAA വിഷയവും പൗരത്വ വിഷയങ്ങളും മറ്റു വർഗീയ വിഷയങ്ങളുമൊക്കെ ഏറ്റവും അധികം ഏശുന്ന ഒരു മണ്ഡലം കൂടിയാണ്. ഹെമന്ത് ബിശ്വ ശർമ്മ എന്ന് പറയുന്ന പഴയ കോൺഗ്രസ്സുകാരൻ വർഗീയ വിഷം ചീറ്റി ആസാമിൽ BJPക്ക് വേണ്ടി, ആസാമിൽ മാത്രമല്ല ഇന്ത്യയിലൊട്ടാകെ BJPക്ക് വേണ്ടി പ്രചരണം നടത്തുന്ന വ്യക്തി കൂടിയാണ്. അങ്ങനെയുള്ള ഒരു ശക്തനായ നേതാവ് ആസാമിൽ BJPക്ക് ഉണ്ട്. എന്നാൽ BJPക്കിടയിൽ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളും പഴയ BJPക്കാരും ഈ ശർമ്മയെ പോലെയുള്ള പുതിയ BJPക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നു. കോൺഗ്രസ് വലിയ നിലയിൽ അവിടെ മുന്നേറ്റം നടത്തുന്നുണ്ട്. അവിടെ 14 സീറ്റുകളിൽ 5 സീറ്റുകളാണ് കോൺഗ്രസിന് ലഭിക്കാൻ സാധ്യതയുള്ളത്. 7 സീറ്റുകളിൽ BJP വിജയിക്കും. 2 സീറ്റുകൾ മറ്റുള്ളവർ, അവിടുത്തെ IFWP എന്ന് പറയുന്ന സംഘടനക്ക് 2 സീറ്റുകൾ ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. ഇനി ബീഹാറാണ്. ബീഹാറിൽ 40 സീറ്റുകളാണുള്ളത്. ബീഹാർ നമുക്കറിയാം RJDയുടെ നേതൃത്വത്തിൽ, തേജസ്വി യാദവിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവിടുത്തെ BJPയുടെ സഖ്യകക്ഷിയായിട്ടുള്ള നിതീഷ് കുമാർ, അദ്ദേഹത്തിനെതിരായിട്ട് ജനങ്ങൾക്കിടയിൽ വലിയ ജനവികാരമുണ്ട്. ആ നിതീഷ് കുമാറുമായി BJP സഖ്യത്തിൽ ഏർപ്പെടുന്നു എന്നുള്ളത് BJPക്ക് കനത്ത പരാജയം ഒരുപക്ഷെ ബീഹാറിൽ ഉണ്ടാവാം. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പരാജയങ്ങളിൽ ഒന്ന്, നമ്മൾ വിലയിരുത്തുന്നതിനേക്കാൾ വലിയ പരാജയം ഒരുപക്ഷെ ബീഹാറിൽ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. ആകെയുള്ള 40-ൽ 15 സീറ്റുകൾ ഇന്ത്യ സഖ്യം നേടുമ്പോൾ 25 സീറ്റുകൾ NDA നേടും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ നിലവിൽ ബീഹാറിൽ 40 സീറ്റുകളിൽ 39 വിജയിച്ചത് NDA സഖ്യമാണെന്ന് ഓർക്കണം. എന്നാൽ ഈ തെരഞ്ഞെടുപ്പാകുമ്പോൾ 25ലേക്ക് അവർ ചുരുങ്ങുന്നു. 1 സീറ്റ് മാത്രം കഴിഞ്ഞ തവണ നേടിയ RJD ഇന്ത്യ സഖ്യം, കോൺഗ്രസ് സഖ്യം ഇത്തവണ 15 സീറ്റുകളിലേക്ക് അവിടെ മാറുന്നു എന്നതാണ് സാഹചര്യം.
മറ്റൊന്ന് ഛത്തീസ്ഗഡാണ്. ഛത്തീസ്ഗഡിൽ ഇത്തവണ കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെട്ടു. പക്ഷേ അവിടെ ഇപ്പോഴും കോൺഗ്രസിന് ശക്തമായ ബേസ് ഉള്ള ഭൂപേഷ് ബാഗലിനെ പോലെയുള്ള കരുത്തരായ നേതാക്കന്മാരുള്ള പ്രധാനമാണ്. മാത്രവുമല്ല ആദിവാസി ദലിത് ജനവിഭാഗങ്ങൾക്ക് വലിയ അവരുടെ വലിയ കൺസോൾട്ടേഷനുള്ള ഒരു സംസ്ഥാനം കൂടിയാണ്. ആകെ 11 സീറ്റുകളിൽ 6 സീറ്റുകളിൽ ഇന്ത്യ സഖ്യം വിജയിക്കും, 5 സീറ്റുകളിൽ NDA സഖ്യം വിജയിക്കും. ഭൂപേഷ് ബാഗൽ ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിന് വേണ്ടി മത്സരരംഗത്തിറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ സാധ്യതയാണ് ഇന്ത്യ മുന്നണിക്ക് ഛത്തീസ്ഗഡിൽ പ്രവചിക്കുന്നത്. അടുത്തതായി ഗോവയാണ്. ഗോവയിൽ 2 സീറ്റുകളാണുള്ളത്. അത് 1 സീറ്റ് ഇന്ത്യ മുന്നണി സഖ്യം നേടും. അവിടെ ആം ആദ്മി പിന്തുണ കോൺഗ്രസിനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ 1 സീറ്റ് നിർബന്ധമായിട്ടും ഇന്ത്യ മുന്നണിക്ക് ലഭിക്കും, 1 സീറ്റ് BJPക്ക് ലഭിക്കും. കാരണം സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ ലഭിക്കുന്ന പ്രിവിലേജുകൾ കൂടിയാണ്. ഇനി അടുത്തതായിട്ട് ഗുജറാത്താണ്. ഗുജറാത്തിൽ 26 സീറ്റുകളാണ്. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ഗുജറാത്തിൽ കാര്യമായ മാറ്റം ഒന്നും സംഭവിക്കും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. 25 സീറ്റുകളിൽ NDA സഖ്യം വിജയിക്കുമ്പോൾ 1 സീറ്റ് നേടാനുള്ള സാധ്യത ഇന്ത്യ മുന്നണിക്കുണ്ട്. അടുത്തത് ഹരിയാനയിലാണ്. ഹരിയാന ഈ തെരഞ്ഞെടുപ്പിൽ വിഗതികൾ മാറും എന്ന് പ്രവചിക്കുന്ന അല്ലെങ്കിൽ അടിയൊഴുക്കുകളുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ്. കർഷകരുടെ വിഷയം, നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഹരിയാനയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഹരിയാനയിൽ 10 സീറ്റുകളാണുള്ളത്. കഴിഞ്ഞ തവണ 10 സീറ്റും BJP ആണ് നേടിയത്. എന്നാൽ ഇത്തവണ 5 സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിനും 5 സീറ്റ് BJPക്കും. കഴിഞ്ഞ തവണ 10 നേടിയിടത്തേക്ക് പകുതി സീറ്റിലേക്ക് BJP മാറും. കാരണം ഹരിയാനയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് നമ്മൾ BJPക്ക് തിരിച്ചടി എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഹരിയാനയിലെ സാഹചര്യം തന്നെയാണ്. കർഷകരുടെ പ്രശ്നങ്ങൾ, മറ്റു ജാതി സമൂഹവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എല്ലാം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഹരിയാനയിലെ പ്രത്യേകത. അടുത്തത് ഹിമാചൽ പ്രദേശാണ്. ഹിമാചൽ പ്രദേശിൽ നിലവിൽ ഭരിക്കുന്നത് കോൺഗ്രസ് ഗവൺമെൻറ്റാണ്. പക്ഷേ അവിടെ വലിയ ഒരു മുന്നേറ്റം ഇന്ത്യ മുന്നണിക്ക് നടത്താൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. ആകെയുള്ള 4 സീറ്റുകളിൽ 1 സീറ്റ് ഇന്ത്യ മുന്നണി നേടുമ്പോൾ 3 സീറ്റുകളും BJP നേടും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ കൃത്യമായിട്ട് ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടും എന്ന് കരുതുന്നു. ഹിമാചൽ പ്രദേശിൽ വലിയ മുന്നേറ്റം ഇന്ത്യ മുന്നണിക്ക് നടത്താൻ കഴിയില്ല. പക്ഷേ കഴിഞ്ഞ തവണ 4 സീറ്റ് BJP നേടിയെങ്കിൽ ഇത്തവണ അവർ 3 സീറ്റിലേക്ക് അവർ സീറ്റ് കുറയുകയാണ് ചെയ്തത്. ജമ്മു ആൻഡ് കാശ്മീരിൽ നമുക്കറിയാം 308 എല്ലാം മാറ്റിയതിന് ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. എന്നാൽ അവിടെ 6 സീറ്റുകളാണുള്ളത്. ഇന്ത്യ സഖ്യത്തിന് 3 സീറ്റുകൾ ലഭിക്കുമ്പോൾ BJP സഖ്യത്തിന് 3 സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ പോലും അവിടെ BJPയുടെ സീറ്റുകൾ കുറയാനുള്ള സാഹചര്യം, ഇന്ത്യ മുന്നണിക്ക് സീറ്റുകൾ കൂടാനും ഒരുപക്ഷെ 4ഓ 5ഓ ഇന്ത്യ മുന്നണി സഖ്യം നേടി BJP 1ലേക്ക് കുറയാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ കണക്കുകൾ വിലയിരുത്തുമ്പോൾ 3-3 എന്ന നിലയിൽ ജമ്മു കാശ്മീരിൽ സീറ്റ് പങ്കിടുന്ന കാഴ്ചയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജാർഖണ്ഡിൽ 14 സീറ്റുകളാണുള്ളത്. 14 സീറ്റുകളിൽ നമുക്കറിയാം ജാർഖണ്ഡിൽ ഷിബു സോറൻ എന്ന് പറയുന്ന ഇന്ത്യ മുന്നണിയുടെ ശക്തനായ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുപ്പിൻ്റെ മാസങ്ങൾക്ക് മുമ്പ് അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് തിരിച്ചടിയാകും ഇന്ത്യ മുന്നണിക്ക് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് ജാർഖണ്ഡിൽ. അതുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് നേതാക്കന്മാരെ അകത്തിട്ടതുപോലെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന് പൊതുവെ ജനങ്ങൾക്കിടയിൽ ഒരു സംസാരമുണ്ട്. ജാർഖണ്ഡിൽ 14 സീറ്റുകളിൽ 6 സീറ്റുകളിൽ ഇന്ത്യ മുന്നണി വിജയിക്കും. 8 സീറ്റുകളിൽ BJPക്ക് സാഹചര്യമുണ്ട്. ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ മുഖ്യമന്ത്രിയോടുള്ള സഹതാപ തരംഗം അനുകൂലമായാൽ ഇന്ത്യ മുന്നണി സഖ്യം കൂടുതൽ സീറ്റുകളിൽ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനം കൂടിയാണ്. നമ്മുടെ കണക്കുകൾക്കപ്പുറം ഇന്ത്യ മുന്നണിക്ക് നേട്ടമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് ജാർഖണ്ഡ്. അടുത്തായിട്ട് കർണാടകയാണ്. കർണാടകയിൽ 28 സീറ്റുകളാണുള്ളത്. നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഗതി തന്നെ മാറ്റിയത് കർണാടകയിലെ തെരഞ്ഞെടുപ്പാണ്. കർണാടകയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. സിദ്ധാരാമയ്യയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രവർത്തനമാണ് കോൺഗ്രസ് ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സിദ്ധരാമയ്യയുടെ 5 ഗ്യാരണ്ടികൾ വർക്കൗട്ടായി കഴിഞ്ഞു. മോദിയുടെ ഗ്യാരണ്ടിയേക്കാൾ സിദ്ധരാമയ്യയുടെ ഗ്യാരണ്ടികൾ അവിടുത്തെ സ്ത്രീകൾക്ക് ഉൾപ്പെടെയുള്ള വീട്ടമ്മമാരെ ഉൾപ്പെടെയുള്ളവരെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ ആ പ്രഖ്യാപനങ്ങൾ, സൗജന്യമായി ബസ് യാത്രയും അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്നു. അതുകൊണ്ട് മോദിക്ക് ഗ്യാരണ്ടിയേക്കാൾ സിദ്ധരാമയ്യയുടെ ഗ്യാരണ്ടിക്ക് ജനങ്ങൾ പ്രാധാന്യം നൽകുന്നു എന്നുള്ളത് കൊണ്ട് കർണാടകയിൽ കഴിഞ്ഞ തവണ 28 സീറ്റുകളിൽ 27 BJP ആണ് ജയിച്ചതെങ്കിൽ ഇത്തവണ ആകെയുള്ള 28 സീറ്റുകളിൽ 17 സീറ്റുകളിൽ
ഇന്ത്യ സഖ്യം വിജയിക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത് കർണാടകയിലാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു. 11 സീറ്റുകളിലേക്ക് 27 സീറ്റുകളിൽ നിന്ന് BJP 26 സീറ്റുകളായിരുന്നു. ഒരു സീറ്റ് സ്വതന്ത്രൻ്റെ സുമലതയുടെ സ്വതന്ത്ര ഉൾപ്പെടെയായിരുന്നു 27. എന്നാൽ അവർ ആ 27 സീറ്റുകളിൽ നിന്ന് 11 സീറ്റുകളിലേക്ക് കൂപ്പുകുത്തും BJP കർണാടകയിൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്തത് കേരളമാണ്. കേരളത്തിൽ 20 സീറ്റുകളാണുള്ളത്. ഓഫ് കോഴ്സ് കേരളത്തിലെ 20 സീറ്റുകളിൽ 20ഉം ഇന്ത്യ മുന്നണി നേടും. കോൺഗ്രസും CPM-ഉം CPI-യും LDF-ഉം UDF-ഉം അത് പങ്കുവെക്കും. കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. മധ്യപ്രദേശിൽ ആകെയുള്ളത് 29 സീറ്റുകളാണ്. BJPക്ക് വലിയ നഷ്ടം ഒന്നും ഗുജറാത്ത് പോലെ തന്നെ വരാത്ത ഒരു സംസ്ഥാനമായിരിക്കും. ആകെയുള്ള 29 സീറ്റുകളിൽ 27 സീറ്റുകളും NDA മുന്നണി നേടുകയും 2 സീറ്റുകൾ മാത്രമാണ് ഇന്ത്യ മുന്നണിക്ക് നേടാൻ കഴിയുക. എനിക്ക് തോന്നുന്നു ഈ രാമജന്മഭൂമി അതുപോലെ തന്നെ അയോധ്യ വിഷയമൊക്കെ ഏറ്റവും അധികം BJPക്ക് UPയേക്കാൾ കൂടുതൽ ഗുണകരമാകുക മധ്യപ്രദേശിൽ ആകുമായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും നമുക്ക് മഹാരാഷ്ട്രയിലേക്ക് പോകാം. മഹാരാഷ്ട്രയിൽ 48 സീറ്റുകളാണുള്ളത്. 48 സീറ്റുകളിൽ ഇന്ത്യ മുന്നണിക്ക് 29 സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കും. 19 സീറ്റുകളാണ് NDA മുന്നണിക്ക് ലഭിക്കുക. നമുക്കറിയാം കഴിഞ്ഞ തവണ NDA മുന്നണിക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് സമ്മാനിച്ച UP കഴിഞ്ഞാൽ മറ്റൊരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഉദ്ധവ് താക്കറെയും ശരത് പവാറും മറാഠികൾക്കിടയിൽ ഉറച്ചു നിന്ന് ശക്തമായി പോരാട്ടം നടത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിൽ 48 സീറ്റുകളിൽ 29 എന്ന് പറയുന്ന അത് കൂടാനുള്ള സാധ്യതയുണ്ട് എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. NDA മുന്നണിക്ക് കുറയാനും ഇന്ത്യ മുന്നണിക്ക് കൂടാനും സാധ്യതയുള്ള മറ്റൊരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. 29 സീറ്റുകൾ NDA മുന്നണിക്ക് 19 സീറ്റുകൾ. നമുക്ക് ഇനി മണിപ്പൂരിൽ പരിശോധിക്കാം. മണിപ്പൂരിൽ 2 സീറ്റുകളാണുള്ളത്. ഒരു സീറ്റ് ഇന്ത്യ മുന്നണിക്കും ഒരു സീറ്റ് BJPക്കും. മണിപ്പൂർ നമുക്കറിയാം അവിടെ ഉണ്ടായിട്ടുള്ള കലാപങ്ങൾ കേരളത്തിൽ പോലും ചർച്ചാ വിഷയമായതും BJPയെ ബാധിക്കുകയും ചെയ്ത ഒരു സംസ്ഥാനമാണ്. മണിപ്പൂരിൽ 2-1 എന്ന നിലയിൽ BJPയും ഇന്ത്യ മുന്നണിയും പങ്കിടും. മേഘാലയയിൽ 2 സീറ്റുകളാണുള്ളത്. ഈ 2 സീറ്റുകളും മറ്റുള്ളവർ എന്ന് പറയുന്ന അവിടുത്തെ പ്രാദേശിക പാർട്ടികൾക്ക് ലഭിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മിസോറാമിൽ ഒരു സീറ്റാണുള്ളത്. ആ മിസോറാമിൽ ഒരു സീറ്റും മറ്റുള്ളവർ എന്ന് പറയുന്ന അവിടുത്തെ പ്രാദേശിക പാർട്ടിക്ക് ലഭിക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. നാഗാലാൻഡിൽ ഒരു സീറ്റുണ്ട്. നോർത്ത് ഈസ്റ്റ് മേഖലയാണ് പറയുന്നത്. നാഗാലാൻഡിൽ ഒരു സീറ്റുണ്ട്. അതും പ്രാദേശിക പാർട്ടികൾക്ക് ലഭിക്കും. മറ്റുള്ളവർ എന്ന ഗണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ ഒറീസയിലേക്കാണ് വരുന്നത്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ BJP മുന്നേറ്റമുണ്ടാക്കും എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് ഒറീസയാണ്. ഒറീസയിൽ ആകെയുള്ളത് 21 സീറ്റുകളാണ്. 2 സീറ്റുകൾ അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുമ്പോൾ 6 സീറ്റുകൾ BJPക്ക് ലഭിക്കുമെന്നാണ്. അത് ഒരുപക്ഷെ BJPക്ക് ആ സീറ്റുകളിൽ വർധനവുണ്ടാവാൻ സാധ്യതയുണ്ട്. 13 സീറ്റുകൾ അവിടെ ഭരിക്കുന്ന ബിജു പട്നായിക്കിൻ്റെ BJDക്ക് 13 സീറ്റുകളാണ്. ഇവിടെ ഈ BJDയുടെ 13-ൽ നിന്നും കോൺഗ്രസിൻ്റെ 2-ൽ നിന്ന് കുറയാനുള്ള സാധ്യതയില്ല. പക്ഷേ ബിജു പട്നായിക്കിൻ്റെ BJDയിൽ നിന്ന് ഈ 13-ൽ നിന്ന് കുറയാനുള്ള സാധ്യത ഒറീസയിലുണ്ട്. BJP ഒരു മുന്നേറ്റം നടത്തും എന്ന് പ്രതീക്ഷിക്കുന്ന സംസ്ഥാനമാണ് ഒറീസ. ഏതായാലും നമുക്ക് രാജസ്ഥാനിലേക്ക് പോകാം. 25 സീറ്റുകളാണ് രാജസ്ഥാനിലുള്ളത്. അവിടെയും കോൺഗ്രസിന് അനുകൂലമായി ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി നിരവധി ഘടകങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ കണക്കിൽ നമുക്ക് ഇന്ത്യ മുന്നണിക്ക് 4 സീറ്റുകൾ മാത്രമാണ് കാണുന്നത്. 21 സീറ്റുകൾ NDA മുന്നണിക്ക് ലഭിക്കും. അവിടെയും NDA മുന്നണിക്ക് ഒരുപക്ഷെ കുറവുകൾ ഉണ്ടാവാൻ സാധ്യതയില്ല. 21-ൽ നിന്ന് കുറയാനും ഇന്ത്യ മുന്നണിക്ക് കൂടാനും സാധ്യതയുള്ള ഒരു സംസ്ഥാനമായി രാജസ്ഥാൻ വിലയിരുത്തപ്പെടുന്നു. പക്ഷെ നമ്മുടെ കണക്കുകളിൽ 4-21 എന്ന നിലയിലാണ്. ഇനി സിക്കിമാണ്. സിക്കിമിൽ ഒരു സീറ്റാണുള്ളത്. ആ സീറ്റ് അവിടുത്തെ ലോക്കൽ പാർട്ടി നിലനിർത്തും എന്ന് കരുതുന്നു. അടുത്തത് തമിഴ്നാടാണ്. തമിഴ്നാടിൽ 39 സീറ്റുകളാണുള്ളത്. 39 സീറ്റുകളും ഇന്ത്യ മുന്നണി നേടും. നമുക്കറിയാം നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനം എന്ന നിലയിൽ നമുക്ക് ഏറെക്കുറെ അതിനെക്കുറിച്ച് നമുക്കറിയുന്നതാണ്. ശക്തമായ മുന്നേറ്റമാണ് DMKയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അവിടെ നടത്തിയത്. അവിടെ BJP ചിലപ്പോൾ വോട്ട് ഷെയർ കൂട്ടും എന്ന് പ്രവചിക്കപ്പെടുന്നുണ്ടെങ്കിലും വലിയ മാറ്റം ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. ത്രിപുരയിൽ 2 സീറ്റുകളാണ്. 2 സീറ്റുകളിൽ 1 കോൺഗ്രസും ഇന്ത്യ മുന്നണി ഒരു സീറ്റ് NDA മുന്നണിയും നേടും എന്ന് പ്രവചിക്കപ്പെടുന്നു. ഉത്തരാഖണ്ഡിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 1 സീറ്റ് ഇന്ത്യ മുന്നണിക്കും 4 സീറ്റുകൾ NDA മുന്നണിയും നിലനിർത്തും. ഏറെക്കുറെ അത് ആ ഒരു കണക്കിൽ നിന്ന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. കഴിഞ്ഞ തവണ 5-ൽ 5ഉം
NDA മുന്നണിയാണ്, BJP ആണ് നേടിയത്. ഇത്തവണ 4-1 എന്ന നിലയിലാണ് പ്രവചിക്കപ്പെടുന്നത്. അടുത്തത് ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിൽ 80 സീറ്റുകളാണുള്ളത്. വലിയ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾ, നമ്മൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു എന്ന് ഇപ്പോഴും തെരഞ്ഞെടുപ്പ് പ്രവാചകർ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം. ആ സംസ്ഥാനത്ത് 80 സീറ്റുകളിൽ 16 സീറ്റുകൾ ഇന്ത്യ മുന്നണി SB കോൺഗ്രസ് സഖ്യത്തിന് 16 സീറ്റുകൾ, 64 സീറ്റുകളിൽ NDA മുന്നണി BJP വിജയിക്കും എന്നാണ് UP-യിലെ കണക്കുകൾ നമ്മൾ പറയുന്നത്. ഒരുപക്ഷെ അത് NDA മുന്നണിക്കും ഒരുപക്ഷെ കൂടാൻ, അല്ലെങ്കിൽ NDA മുന്നണിയുടെ സീറ്റുകൾ കുറയാനും ഈ സംസ്ഥാനത്ത് സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കണക്കിൽ 64-16 എന്ന നിലയിലാണുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനത്ത്. ഇന്ത്യ ആര് ഭരിക്കണം എന്നൊരു പക്ഷെ തീരുമാനിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് UP. അടുത്തത് പശ്ചിമ ബംഗാളാണ്. 42 സീറ്റുകളാണ് പശ്ചിമ ബംഗാളിൽ ഉള്ളത്. അവിടെ CPM-ഉം കോൺഗ്രസും സഖ്യമാണ്. തൃണമൂൽ കോൺഗ്രസ് സെപ്പറേറ്റ് മത്സരിക്കുന്നു. NDA മുന്നണി ശക്തമായി മത്സരിക്കുന്നു. ഇവിടുത്തെ കണക്കിൽ, നമ്മുടെ കണക്ക് പ്രകാരം 3 സീറ്റുകളിൽ കോൺഗ്രസ് CPM സഖ്യം വിജയിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ BJP-ക്ക് 14 സീറ്റുകൾ ബംഗാളിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. 25 സീറ്റുകളിൽ തൃണമൂൽ കോൺഗ്രസ് വിജയിക്കുമെന്ന് കരുതുന്നു. കഴിഞ്ഞ തവണ 19 സീറ്റുകളാണ് BJP-ക്ക് ലഭിച്ചിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ അത് 5 സീറ്റ് കുറയുന്നു എന്നുള്ളതാണ്. എന്നാൽ പശ്ചിമ ബംഗാളിൽ NDA മുന്നണി BJP മുന്നണി ഒറീസയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുന്നേറ്റമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ കരുതുന്ന ഒരു സംസ്ഥാനമാണ്. ഒരു പക്ഷേ BJP-യുടെ സീറ്റുകൾ കൂടുകയും തൃണമൂൽ കോൺഗ്രസിൻ്റെ സീറ്റുകളിൽ കുറവും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി പൂർണ്ണമായും വരാത്തതുകൊണ്ട് നമ്മുടെ കണക്കിൽ മറ്റുള്ളവർ എന്ന് രേഖപ്പെടുത്തിക്കൊണ്ടാണ് 25 സീറ്റുകൾ നേടിയിട്ടുള്ളത്. അത് 25 കുറയാനും BJP-യുടെ 14 കൂടാനും പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം സാധ്യതയുണ്ട്. ഡൽഹിയിൽ 7 സീറ്റുകളാണത്. ആം ആദ്മി, നമുക്കറിയാം, കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു, അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു പുറത്തു വന്നു, വലിയ പ്രചാരണം നടത്തുന്നു. ഡൽഹിയിൽ അടിയൊഴുക്കുകൾ ഉണ്ടെങ്കിൽ, ഈ തെരഞ്ഞെടുപ്പിൽ അടിയൊഴുക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണഫലം ഏറ്റവും ആദ്യം ഇന്ത്യ മുന്നണിക്ക് ലഭിക്കേണ്ടത് ഡൽഹിയിൽ നിന്നാണ്. 3 സീറ്റുകൾ അവിടെ ആം ആദ്മി കോൺഗ്രസ് സഖ്യം നേടുമ്പോൾ 4 സീറ്റുകൾ BJP നിലനിർത്തും എന്ന് പറയുന്നു. ഇനി യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള മറ്റു ആൻഡോമാൻ നിക്കോബാർ, അതുപോലെ തന്നെ ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള പോണ്ടിച്ചേരിയിലെ ഉൾപ്പെടെയുള്ള 6 സീറ്റുകളിൽ 3 സീറ്റുകൾ ഇന്ത്യ മുന്നണിയും 3 സീറ്റുകൾ NDA മുന്നണിയും നിലനിർത്തും എന്നാണ്. അങ്ങനെയുള്ള ആകെ 543 സീറ്റുകളിൽ 212 സീറ്റുകൾ ഇന്ത്യ മുന്നണിയും 268 സീറ്റുകൾ NDA മുന്നണിയും 63 സീറ്റുകൾ മറ്റുള്ളവർ എന്ന് നേരത്തെ സൂചിപ്പിച്ച TMC, അതുപോലെ തന്നെ YSR, BJD ഉൾപ്പെടെയുള്ള പാർട്ടികൾ, ചില പ്രാദേശിക പാർട്ടികൾ 63 സീറ്റുകളും നേടുമെന്നാണ്. അപ്പോൾ 212 സീറ്റുകളിൽ നിന്ന് ഇന്ത്യ മുന്നണിക്ക് സീറ്റുകൾ കൂടും എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഇൻ കേസ് BJP-ക്ക് സീറ്റുകൾ കൂടിയിട്ടുണ്ടെങ്കിൽ ആ സീറ്റുകൾ കൂടുന്നത് മറ്റുള്ളവരിൽ നിന്നായിരിക്കും. ഇന്ത്യ മുന്നണിക്ക് കണക്കുകൾ ഏറെക്കുറെ കൃത്യമാണ്. 212-ൽ നിന്ന് 225-ലേക്കും 230-ലേക്കും ഇന്ത്യ മുന്നണി കുതിക്കും. നിലവിലുള്ള അടിയൊഴുക്കുകൾ കൃത്യമാണെങ്കിൽ അതൊരു വലിയ തരംഗമായാൽ മാത്രമേ ഇന്ത്യ മുന്നണി ഭരണത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. എന്നാൽ 268 സീറ്റ് BJP ഈ പറയുന്ന വലിയ പ്രചണ്ഡമായ പ്രചരണങ്ങൾക്കൊന്നും വലിയ പ്രസക്തിയില്ല. 268 ഇന്ത്യ മുന്നണി സഖ്യം വരുമ്പോൾ അതിൽ TDP ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യ മുന്നണി സഖ്യം വരുന്നത്. മഹാരാഷ്ട്രയിലെ അവരുടെ സഖ്യത്തൊക്കെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. പക്ഷേ BJP-ക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കില്ല എന്ന് മാത്രമല്ല, NDA മുന്നണിക്ക് പോലും കേവല ഭൂരിപക്ഷം ലഭിക്കില്ല. പക്ഷെ നമുക്കറിയാം, ഈ കണക്കുകൾ പരിശോധിച്ചാൽ മറ്റുള്ളവർക്ക് 63 ഉണ്ട്. ഈ 63-ൽ BJD-യും അതുപോലെ തന്നെ YSR കോൺഗ്രസുമുണ്ട്. ഈ 2 കക്ഷികളും ഏത് സമയവും BJP-യെ പിന്തുണക്കാൻ സാധ്യതയുള്ള പാർട്ടികളായതുകൊണ്ട് 268 സീറ്റുകളിൽ നിന്ന് വളരെ സുഗമമായ രീതിയിൽ ഒരുപക്ഷെ ഭരിക്കാൻ വലിയ പ്രതിസന്ധി ആ ഗവൺമെൻറ് നേരിടും എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപക്ഷെ കഴിഞ്ഞെന്ന് വരാം. ഇതാണ് കണക്കുകൾ. ഇന്ത്യ മുന്നണി 212, NDA മുന്നണി 268, തൃണമൂൽ ഉൾപ്പെടെയുള്ളവർ 63. ആ തൃണമൂലിൻ്റെ വേണമെങ്കിൽ 212-ലേക്ക് കൂട്ടിയാൽ ഒരു 240 സീറ്റിലേക്ക് അപ്പോഴും ഇന്ത്യ മുന്നണി വരുമ്പോൾ 268 എന്ന് പറയുന്ന ഏറെക്കുറെ സേഫായിട്ടുള്ള ഭരണം നിലനിർത്താനുള്ള സാഹചര്യം NDA മുന്നണിക്കുണ്ട് എന്ന് കരുതേണ്ടി വരും.